സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാപ്രവർത്തകരെ സമരം തുടങ്ങിയിട്ട് 47 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇത്തരത്തിൽ സമരപരിപാടി ശക്തമാക്കി മുന്നോട്ട് പോകുമ്പോൾ പോരാട്ടത്തിന്റെ വിവിധ മുഖങ്ങൾ സാംസ്കാരിക കേരളത്തിന് മുന്നിൽ തുറന്നുവെച്ച സമര രീതി കൂടിയാണ് ഇവരുടേത്. എന്തായാലും സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. നമ്മളോടൊപ്പം സമരസമിതി നേതാവ് എം.എ. ബിന്ദു കൂടി ചേരുന്നുണ്ട്. ചേച്ചി, ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള സമരപരിപാടികൾ? മുന്നോട്ടുള്ള സമരപരിപാടി ഞങ്ങൾ 50-ാം ദിവസം ആശാവർക്കർമാർ മുടി മുറിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. നമ്മളോടൊപ്പം ചേരാൻ പറ്റുന്ന വനിതകളെ എല്ലാം താല്പര്യമുള്ളവരെല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും എത്തോ സമരപ്പന്തൽ? ഇല്ല, അത് നമ്മൾ ജില്ലാതലത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ ഇതേ പരിപാടി തന്നെ എടുക്കും. വരാൻ കഴിയുന്ന മാക്സിമം ആളുകൾ ഇവിടെ വരും. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയാവുന്ന അത്രയും ആളുകൾ ഇവിടെ വരും. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും എടുക്കും. സമരത്തിന്റെ പല ഘട്ടങ്ങളിലും കൂടിയുള്ളവരാണ് ഇപ്പോഴും ഈ സമരവേദിയിൽ തുടരുന്നത്. വനിതകളാണ്. വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള നിലപാടുകളൊന്നും ഉണ്ടാവുന്നില്ല. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെയാണ്. പ്രതിസന്ധികളെ മുന്നോട്ട് തരണം ചെയ്തല്ലേ നമ്മൾ 47 ദിവസം. ഇത് അനിതര സാധാരണമായ ഒരു കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണല്ലോ. ഇതിനെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇനിയുള്ള പ്രതിസന്ധികളെ ഞങ്ങൾ അതിജീവിക്കും. അങ്ങനെ ഞങ്ങൾ ഇട്ടിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നും ഈ സമരവേദിയിലെത്തി പ്രവർത്തകരെ കണ്ടിരുന്നു. ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ഇവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇവരോടൊപ്പം മരണം വരെ ഉപവാസമിരിക്കാൻ താനും തയ്യാറാണ് എന്നാണ്. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും വരെ നിശ്ചയദാർഢ്യത്തോടെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം.